ചിലപ്പോഴൊക്കെ നമ്മൾ ഈ സ്റ്റെപ്പ് കയറുമ്പോഴേ നമുക്ക് തോന്നും ഒന്ന് തല കറങ്ങി അല്ലെങ്കിൽ താളം പോകുന്ന പോലൊക്കെ തോന്നും. ശരിക്കും പറഞ്ഞാൽ അത് നിങ്ങളുടെ കുഴപ്പമല്ല, അത് സ്റ്റെപ്പ് ഡിസൈൻ ചെയ്തതിൻ്റെയും അത് കൺസ്ട്രക്ട് ചെയ്ത സമയത്തുള്ള ടെക്നിക്കലായിട്ടുള്ളൊരു മിസ്റ്റേക്കാണ്. റൈസർ പിന്നെ ത്രെഡ്, ഇതിനൊരു കാൽക്കുലേഷൻ ഉണ്ട്. അതായത് നമ്മൾ ചവിട്ടുന്ന ഭാഗം 30 സെൻറ്റിമീറ്ററെങ്കിലും വേണം. പിന്നെ റൈസർ എന്ന് പറയുന്ന ആ ഭാഗം 15 വേണം. ഈ ഒരു കാൽക്കുലേഷനിൽ വേണം എ പോയിന്റിൽ നിന്ന് ബി പോയിന്റിലേക്ക് അല്ലെങ്കിൽ എയിൽ നിന്ന് ബിയിലേക്കുള്ള ആ ഒരു കാൽക്കുലേഷൻ അങ്ങനെ തന്നെ വേണം പോകാനായിട്ട്. അതുപോലെ തന്നെ ചിലയിടത്ത് ഈ 15 എന്നുള്ളത് 16 17 ഒക്കെ ആക്കിയിട്ട് ചിലപ്പോൾ ഈ 30 കുറയ്ക്കുകയും ചെയ്യും. പല പല ഉദ്ദേശങ്ങൾ കൊണ്ട് പലരും ചെയ്യുന്നതായിരിക്കാം. പക്ഷെ അവിടെ നമുക്ക് ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസും പറയുന്നതിൻ്റെ കൂട്ടം നമ്മൾ കയറ്റം കയറുന്ന സമയത്ത് അല്ലെങ്കിൽ പടി ചവിട്ടുന്ന സമയത്ത് നമുക്ക് ആ ബാലൻസ് പോകാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പം അതെപ്പോഴും നമ്മൾ ഈ സ്റ്റെപ്പ് കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കുക. പലപ്പോഴും ഞങ്ങൾ തന്നെ കണ്ടിട്ടുണ്ട് ഈ സ്റ്റെപ്പിൻ്റെ അവിടെയൊക്കെ ഈ ഡയഗണലി ഉള്ള ലാൻഡിങ് സ്പേസിൽ ഒരു പടി കൊടുത്തങ്ങ് പോകും. അങ്ങനെ ചെയ്യല്ലേ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പടി കയറുമ്പോൾ നമ്മുടെ ബ്രെയിൻ ഒരു കാൽക്കുലേഷനിലാണ് കയറി പൊക്കോണ്ടിരിക്കുന്നത്. ആ കാൽക്കുലേഷൻ തെറ്റി. അപ്പോൾ ഡയഗണലി ഒരു പടി കൊടുക്കാതിരിക്കുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത്. സാധാരണത്തിൽ കണ്ടിട്ടുള്ളത് പലരും ഫ്ലോർ ഹൈറ്റ് അങ്ങ് ഫിക്സ് ചെയ്തതിന് ശേഷം ഈ സ്റ്റെപ്പിൻ്റെ ഹൈറ്റും വിഡ്ത്തും പ്ലാൻ ചെയ്യാൻ നിൽക്കും. അങ്ങനെയല്ല ചെയ്യേണ്ടത്, തിരിച്ചാണ് ചെയ്യേണ്ടത്. നമ്മൾ ആദ്യം സ്റ്റെപ്പിൻ്റെ ഹൈറ്റും വിഡ്ത്തും ഒക്കെ ഫിക്സ് ചെയ്തതിന് ശേഷം വേണം ഫ്ലോറിൻ്റെ ഹൈറ്റ് ഫിക്സ് ചെയ്യാനായിട്ട്. ഇത്രയും കാര്യങ്ങൾ നമ്മളൊന്ന് ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ കൊച്ചുകുട്ടികൾക്കാണെങ്കിലും ശരി പ്രായമായവർക്കാണെങ്കിലും ശരി സ്റ്റെപ്പ് കയറുമ്പോൾ അത് എഫേർട്ട് കൊടുക്കേണ്ട ആവശ്യം ഉണ്ടാകത്തില്ല.